ലൈവിലാവുന്നുണ്ടെങ്കിലേ നേരെ ഇതിൽ കൊട്ടാം അല്ലേ? ഗായ്സ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് മീൻ ചൂടാനുള്ളൊരു പ്ലാനിങ്ങിലാട്ടോ. പെട്ടെന്നുണ്ടായൊരു തീരുമാനമാണ്. അപ്പം നമ്മൾ ഫൈസലും യാസറൊക്കെ ലീവ് കഴിഞ്ഞപ്പോൾ ഗൾഫിലേക്ക് പോവാണ്. അപ്പം അങ്ങനെ ഒരു മീൻ വാങ്ങാൻ പോയിട്ട് ഇതാ 7 കിലോ ഉള്ള മീൻ വാങ്ങിയിട്ടുണ്ട്. 2 മീനും പാടെ 7 കിലോ ഉണ്ട്. സൗദി എന്ന് പറഞ്ഞൊരു മീനാട്ടത്. അപ്പോൾ അത് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. പെരുമണ്ണ പട്ടാമ്പി റോഡിൽ ഉള്ള മീൻകാരാണ് ഇത് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല നേരെ കറക്റ്റ് പൊളിച്ച് നേരാക്കി തരുന്നുണ്ട്. അപ്പോൾ മീൻ വാങ്ങാൻ അംസി നമ്മളെ താജു, ഫൈസൽ, യാസർ, സുഹൈലൊക്കെ പോയിക്കണ്. നമ്മളെ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ മീനൊക്കെ ഇതാ കറക്റ്റ് വെട്ടി ലെവലാക്കിയിട്ടുണ്ട് 2 മീനും. അപ്പം ഇത് കവറൊക്കെ ആക്കി അതുപോലെയാണ്. അങ്ങനെ ഒരു മീനൊക്കെ വാങ്ങി എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഗ്രൗണ്ടിൽ ഇനിയുള്ള പരിപാടി അപ്പോൾ കരി എടുത്തിട്ടുണ്ട്. കരി നമുക്ക് കനലാക്കി എടുക്കുക. അപ്പോൾ ഇതിന് വേറെ പരിപാടി പറഞ്ഞാൽ സുഹൈല് മീനിൻ്റെ തലേൻ്റെ കറി ഉണ്ടാക്കുന്നുണ്ട്. അവിടെ ഇതൊക്കെയുള്ള നെയ്ച്ചോറും ഉണ്ടാക്കുന്നുണ്ടല്ലേ. സുഹൈലിൻ്റെ അവിടെ കറി ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഇതൊക്കെയുള്ള മസാലയൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ ഇവിടെ കരി കനലാക്കി എടുക്കാനുള്ള പരിപാടിയിലാണ്. ബ്ലഡ് എല്ലാവരും അവിടെ വെച്ചാൽ എത്തിക്കാൻ. ഗായ്സ്, നമ്മൾ ഓലൊരു അടുപ്പ് കൂട്ടി വെച്ചിട്ടുണ്ട്. ഗായ്സ്, നമ്മൾ ഓലൊരു അടുപ്പ് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. കല്ലൊക്കെ എടുത്ത് സെറ്റാക്കി ഇതാ കൈയൊക്കെ ഇടുക. ഓരോരുത്തരെ ഓരോ കാര്യം ഏൽപ്പിച്ചിരിക്കണേ. സുഖയിലും താജും അവിടെ മസാല ഉണ്ടാക്കുന്നുണ്ട്. ഹംസപ്പം നെയ്ച്ചോറ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഇത്ര നേരം കടന്നുറങ്ങായിരുന്നു. ഇവര് മീൻ വാങ്ങാൻ പോയിരുന്നു. അന്ന് നീ കരിയിടെ അത്ര മതിയോ? അത് ഇത്ര അധികം വാങ്ങിക്കണേ. ഇപ്പം നമ്മൾ ഈ കരി കത്തിച്ച് കനലാക്കി എടുക്കണം. അപ്പത്തിന് നമ്മൾ മീനൊക്കെ റെഡിയായി ഇവിടെ എത്തും. ടൈം അതിക്രമിച്ചുകൊണ്ട് ഇതാ നമ്മൾ മസാല ഒന്നും ഉണ്ടാക്കണത് കാണിക്കുന്നു കേട്ടോ. മസാലയൊക്കെ സുഹൈലിൻ്റെ പേരെ തന്നെ ഉണ്ടാക്കി വരികയാണ്. ആ പേപ്പർ ഒഴിവാക്കിട്ടോ, അതേ പണി കിട്ടും. ആ പൊടി ആകെ പാറും. ആ പേപ്പർ അതിന് മേലേക്ക് പാറും. ഇത്ര അവിടെ നിന്ന് സാധനം അതെ. കർപ്പൂരം ഇത് വടി പിടിച്ചാൽ കണ്ടുപോയി. ഇതെന്താണ്? ഏത് കണ്ടിട്ടില്ലേ? എല്ലുണ്ടല്ലേ.
മൊത്തം സ്പ്രെഡാണ് മറ്റേ ഇത് വേണം എന്ത് സ്പ്രേ അവിടെയുള്ള ഇതല്ലേ സ്പ്രേ ചെയ്യണത്. കുറച്ചുകൂടി ഇടണല്ലേ. നമ്മളെ കനലൊക്കെ ഏകദേശം റെഡി ആയി വരുന്നുണ്ട്. അപ്പോൾ ഇതാ യാസർ പോയി മീൻ എടുത്ത് വന്നിട്ടുണ്ട്. മസാല റെഡി ആക്കി വെച്ചിട്ട് മീൻ എടുത്ത് വന്നിട്ടുണ്ട്. ഓല് എന്താ വില ഇറങ്ങാത്ത ഓനോടാ കാറ്റാണ് കാറ്റ്. മീൻ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ മീൻ എത്തിയിട്ടുണ്ട് കേട്ടോ. മസാല റെഡി ആവട്ടെ. ഏകദേശം എത്ര അരമണിക്കൂർ കായില്ല ഇതായിട്ട് മസാല ആയിട്ട്. ഒന്ന് വീസേ ഇന്നത് പിടിച്ചാ തൊട്ടോക്കാ ചൂടില്ല. ആ ചെറിയ ചൂട് മതി. എന്താ മീൻ മെല്ലെ അത് വെച്ചാൽ ഇതൊക്കെ ജലം നോക്കി കല്ല് കുറച്ച് വേക്കാക്കണോട്ടിപ്പാ കല്ല് തുള്ളിക്ക് കുറച്ച് വേക്കിറക്കി കുറച്ച് അങ്ങനെ മതി ഇനി ഇവിടെ ഇറക്കി അവിടെ തീയാം ഇവിടെ ഇറക്കിയ ചാടരുത് കേട്ടോ. മുന്നിൽ വെച്ച അത് വാക്കും ആ മതി കാടിന് കൊടുക്കാം. ഈ കട്ടിങ് വേണ്ടത് ചൈന എന്താ പറ്റിയ പോലെ ഇത് മതില്ലേ ജിബി ആയത് വെച്ചാൽ നമുക്ക് ഇത് വെച്ചോ അടുത്തോ ഉണ്ടോ ഞാൻ കൈമാക്കണോ ഏത് ഗെയിമക്കണാക്ക് ഗൈസ് ഒരു പാത്രം കൊടുത്താൽ മതി. ഇത് പാരാനല്ലേ കൈ ഇങ്ങനെ പിടിച്ചു ഏതെല്ലാം വെക്കണ്ട ഇത് ഒറ്റ കിട്ടോ മിസ്സിനെ വിളിച്ചേ മതി. ചെറിയ പാത്രം ഇത് ചെയ്യാൻ കത്തലാവും എണ്ണയല്ലേ അടിച്ചു കയറി വാത പോയി യാത്ര മീൻ വെച്ചോ വെച്ചാൽ വണ്ടി ഓഫ് ആക്കണ്ടേ എന്തിന് യാത്ര ഓക്കെ എങ്ങനെ വെക്കണ്ടേ അടിഭാഗം ആദ്യം വെച്ചോ അങ്ങനെ തന്നെ ഇതിലാണോ
ഇതെടുക്കല്ലേ? അടുത്തോ ബട്ടർഫ്ലൈ അടക്കട്ടെ, നമുക്ക് പിന്നെ പോവില്ല. അടുത്തോ ഇങ്ങനെയാണോ അതോ തിരിച്ചിട്ടാ? ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ വാല് പുറത്ത് പോക്കല്ലേ? ആ അതാണ് പുറത്തൊക്കെ നമുക്ക് അത് മറിച്ചിട്ട് ഈ ഭാഗം അടിക്കൊക്കെ ഈ ഭാഗം ഇങ്ങനെ തിരിച്ചിട്ടോ? അല്ലേ നമ്മളതങ്ങനെയല്ല ഇട്ട് അല്ലാതെ അപ്പുറം ഉള്ള ഭാഗമാണ് നമുക്ക് വേഗം കറക്റ്റായി കിട്ടാനാണ്. വേഗം ആയിട്ട് അങ്ങനെ ഇത് റെഡിയല്ലേ? അത് റെഡി, അടിപൊളി. ഗൈസ് നമ്മളെ GTP ഗ്രില്ലാട്ടില്ലേ പാത്രം നോക്കണേ. കന്നാ ഗ്രൂപ്പിന്റെ ഫിഷാണ്, പറഞ്ഞില്ലാന്ന് വേണ്ട. നമ്മളെ ഇത് ഇവിടെ ഉണ്ട് കേട്ടോ, ഈ സാധനം ശ്രദ്ധിക്കണ്ടോ? അത് ഇങ്ങോട്ട് പുറത്തേക്ക് അടച്ചൊരു പാത്രം കൊണ്ടുവരാൻ പറഞ്ഞാൽ മതി. മിസ്സബിനുള്ളി പാത്രം കൊണ്ടുവരാൻ മതി. എണ്ണ വരാം. നമ്മളെവിടെ മീനിടാനോ? അല്ല എണ്ണ പറഞ്ഞത് ചെക്ക് ചെയ്താലോ? ചെക്ക് ചെയ്യണോ? ഞാൻ ചെക്ക് ചെയ്തു. മസാല കുട്ടിപ്പ ഇന്നലെ മറ്റേ ചാവക്കാട് പോയൊക്കെ പിടിച്ച മീനാണെന്നാ പറയുന്നത്. ചാവക്കാടല്ല, പെരുത്താണ്ടത്ത് വാങ്ങിയ മീനാ. ഇത് സൗദിയോ? പ്രശ്നമല്ല, അത് ഒറ്റ വേവിലാവുന്നുണ്ടെങ്കിലേ നേരെ ഇതിൽ കൊട്ടാം അല്ലേ? എന്താ അറിയോ, അപ്പുറം എന്താലേ പച്ച ബലം കമ്മിയാവും. ഞാനേ ഇവരെ വിളിച്ചിട്ടുണ്ട്. എടുത്തോ സിദ്ധിനോട് ചോദിച്ചാടോ. ഈ സാധനം ടാസ്ക്, വേറെ കുഴപ്പമില്ല. ഒന്നാമത് ഈ ഗ്രില്ലാവണ്ടാണ്, മരത്തുന്ന ഗ്രില്ലാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നു. അടുകൂടല്ലേ അപ്പം ചെയ്ത് നമുക്കത് അടിയിലിടല്ലേ? വാണ്ടത് ചട്ടം വെച്ചാൽ മതി. അടുത്ത് ചട്ടം വെച്ചാൽ മതി. ചട്ടം മറിച്ച് ഇതാക്കിയാൽ മതി. പാവില്ലല്ലോ ആ സൈഡ്. പിന്നെന്താ ഇത് മറിച്ചിട്ടോക്കാം. ഞാൻ കുടിക്കണോ? പിന്നെന്താ എൻ്റെ അടുത്തോ പുറത്ത് പോക്കണോ? ഗ്രില്ല് കുറച്ചും കൂടി നീക്കുക യാസറേ. ഗ്രില്ല് കുറച്ചും കൂടി നീക്കുക. അങ്ങനെ നീക്കി പോണേ. എത്ര ടീമേ അപ്പോൾ പോയതാണല്ലോ. നിക്ക് ആയിമക്ക് വരണം കേട്ടോ. അങ്ങനെ കറി ഏൽപ്പിച്ച് നാളെ എത്തിയിട്ടുണ്ട് കേട്ടോ. കറി ടീം എത്തി. ഫിഷ് കറിയാ? ഫിഷ് കറി ഫിഷ് ഏതാ പ്ലേറ്റ് വേണോ? പ്ലേറ്റോ? ഈ ലെവലിൽ കിട്ടണല്ലോ അജോ. ഇതാവില്ല. ഇല്ല നല്ല കണ്ണലടാ. നിങ്ങളൊക്കെ ഇനി ചുടുമ്പോഴേ 1 കിലോന് മറ്റേ മീൻ്റെ അരക്കിലോ നല്ല ഒരു കേട്ടോ. പിന്നെ അതല്ലടാ, ചൂടാനും ഏറ്റവും നല്ല ചെറിയ മീൻ എടുക്കുക, വലിയത് എടുക്കൂല അധികമാണ്. ചൂടാനല്ല, ഗ്രില്ല് ഞാൻ ചെറുത്, ചൂടാൻ വലുത് തന്നെ അല്ലേ. ചൂടാൻ നമ്മൾ ഫോയിലിട്ടിട്ട് കേരറ്റോ കേരറ്റാണ് അതിൽ മീനുണ്ട്. ഫിഷ് കറി, ഫിഷിന്റെ തലയാണ് അതില്. ഫിഷ് ഹെഡ് തലക്കറി. നീച്ചാണ് നിക്കണം തലക്കറി. എന്നാ മണ്ടും ഇതൊക്കെ എടുക്കാൻ സാറടൊക്കെ മറ്റേ സാധനം പറഞ്ഞത് ഇതാ പറഞ്ഞത്. കഴിച്ചു നോക്കണം. തക്കാളി കുക്കുംബറല്ലേ, ക്യാരറ്റും.
എല്ലാവരും തന്നെ സെറ്റാണോ ചെന്തുള്ള ഒരു കൈകാര്യം ചെയ്യാൻ പറഞ്ഞത് ഇത് റെഡിയാ വെച്ചേ നെയ്ച്ചോറംസ് എത്തി. ഏയ് നെയ്ച്ചോറിന് മണെത്തിട്ടോ. മിസ്സബ് വന്നില്ലേ എടാ? മിസ്സബില്ലേല് കമ്മിയായിട്ടോട്ടിപ്പാ കല്ലോട്ട് കമ്മിയായി. ആ സൈഡ് എടുത്തോണ്ടാണ്. സൈഡ് വെക്കണോ? സൈഡ് വേണ്ട, സൈഡ് വേണ്ട. കനല് കോരിന്ന് എന്തെങ്കിലും കാണുന്നുണ്ടോ? കൂടുതൽ എടുക്കണ്ട കേട്ടോ. എന്തിനാ? ആ ആ ചട്ട എടുക്ക. കത്തണീന്റെ മുമ്പ് എടുത്തു വാവെടുത്തു. ഇങ്ങോട്ടാ ഇവിടെ ചാട ചോ മതി. എടുത്തേ 2 വർഷം കൂടെ എടുത്തേ. അവിടെ നോട്ടേ അവിടെ നോട്ടാ ഞാൻ അവിടെ കൊണ്ടുപോയി തട്ടിയതാവും. 2 വർഷം ക്ലിയറാ. ഞാൻ ചട്ടകത്തിക്കാണ് കോരി പോന്നു. കാണാല്ലേ? പിന്നെന്താ അതില് മീന് ഇടാനാ? അടിയില് ചട്ടക്ക ഒന്ന് വാട്ടണോ? ഇല വാട്ടണോ? ഇല വാട്ടില്ല, ചട്ട വെച്ചിട്ട് വെക്കാം. അംസാക്ക നെയ്ച്ചോറംസ. നെയ്ച്ചോറംസ ഓ വന്നപ്പോ ഒരു മണം വന്നില്ല നെയ്ച്ചോറിന്റെ. പൊളിയാണ്. നീച്ചിക്കണം കേട്ടോ. എന്താണ് അവിടെ വെക്കണോ? ലൈറ്റ് കുടിച്ചോ? ഇല്ല വണ്ടിക്ക വണ്ടിക്ക അത് വെക്കാ താത്തിട്ട് ചിലപ്പാ നല്ലോണം. ഇല ചൂട് കേട്ടില്ലേ? മതി 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 റെഡിയാവും. നീ കൊട്ടാട്ടോ ചിലപ്പോ ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല. ഷേപ്പ് ഉണ്ടാവില്ല. ആ മീൻ കഴിക്കണോ? മറ്റേ വലുത് ഉണ്ടാവില്ല. കൊട്ട് കൈ കൊണ്ട് കുത്തിരുന്നേ ഇങ്ങനെ കുത്ത്. 2 കൊല്ലം ഒരു മിസ് വരില്ല. മിസ്സബും ആദ്യം വരും. ചട്ടെടുത്താ നല്ല രസം. മീൻ നല്ല മീനാട്ടോ. കുണ്ട് പറ്റുമോ? അടുക്കാൻ പറ്റില്ല കേട്ടോ. ചൂടില്ലേ? എന്നാ കുറച്ച് കനൽ മാറ്റണോ? ഇത് 2 പുറത്ത് തൊലി ഇപ്പൊ പോവും. അപ്പുറത്തെ തൊലി പോവും ഹംസേ. അപ്പൊ ഒന്തൂല. പിന്നെ അപ്പൊ ഒന്തൂലേ. അത്ര വെയിറ്റ് അല്ലേ? അതിനായി നിങ്ങൾ ഫുള്ളാകാൻ നിന്നിട്ടാണ് ഇടയിൽ മറിച്ചാൽ മതി. റജ വെക്ക്, ഞാൻ ശരിയായിക്കോളാം. ഇടക്കിടക്ക് തന്നെ എടുത്തായിരുന്നു. പറ്റാകരുത്. പറ്റ ഒട്ടിയാലുള്ളൂ ഇതാകുള്ളൂ. ഇത് സീനുള്ള കാര്യമൊന്നുമില്ല. ഞാൻ പറയുമ്പോ ആ സാധനങ്ങൾ എടുത്ത് വെച്ചാ അത് റുമ്പ് താണ്ട. പിന്നെ കുറച്ച് കമ്മിണ്ട് അല്ലേ മസാല? കനൽ വിട്ടു പോകാൻ എന്തായാലും അല്ല ഞാൻ കത്തി മിസ്സപ്പ കുട്ടിപ്പാ എന്റെ ബാഗിന്റെ ടോർച്ചുള്ള കേട്ടോ. അതെ എവിടെ ഇരിക്കണേ? ഞാൻ കുളിച്ചല്ലോ. പുറത്താണ്? ആ പുറത്തായിരിക്കണേ. ആ ഓക്കെ. എവിടുന്ന് എടുക്കാം. മുറിച്ചല്ലേ? മുറിച്ചാണെങ്കിൽ മുറിച്ചോ, അല്ലെങ്കിൽ ഇങ്ങനെ മാറ്റി വെക്കണം. ഇവിടെ നിൽക്ക് വാലുമെന്ന് കൂടി
ആരും പിടിച്ചേരപ്പം ഇങ്ങനെ ഇല്ലേ മറിച്ചിട്ട് അയക്കണം അടി അടി അയക്കണോ മറിച്ചിട്ടാ മറിച്ചിട്ടാ എടുത്തേക്കെ എടുക്ക് ആ കണ്ടാ എന്താ പാട് എന്താ പാട് മനസ്സേ മുറിച്ചില്ലങ്ങി ആ ഞാൻ പോന്നിക്കണല്ലോ കൗത്തേക്ക് ആദ്യം മറ്റേ ഇതിനെ കൊറോണക്ക് പോട്ടോ അല്ല ഹംസപ്പാക്ക് മീൻ കിട്ടും പക്ഷെ ഇത് വള്ളത്തേക്ക് എത്തണ്ട ചൂട് എന്താ പറഞ്ഞ പിന്നെ ചാവക്കാട്ടിന് എത്തിച്ചെന്നാ മതി അവിടെ ഓനെ എടുത്തേച്ച മാറി ഓനാന്ന് കണ്ടന്റ് ഉണ്ടാക്കാണ് കണ്ടന്റ് ഉണ്ടാക്കുന്നില്ല ഞാൻ ഇന്നലെ പറഞ്ഞിട്ട് എന്നിട്ട് രാവിലെ കുറച്ച് ആടായിക്കോട്ടെ ഇന്ന് വിളിച്ചോണു എന്താ പോരാ എവിടെ അങ്ങോട്ട് എത്തിന് അങ്ങോട്ട് ഇതാകുമ്പോ ഓരോ മരക്കലിനും പരിക്കാണ് കറി സുഖു കറി സുഖു ഏറ്റിക്കണു നെയ്ച്ചോറ് നെയ്ച്ചോറിൽ കുറച്ച് വെള്ളം കൂടിയപ്പോ ഒഴിഞ്ഞില്ല നെയ്ച്ചോറ് എത്തിയ ഇവിടെ എല്ലാരും പറഞ്ഞിക്കണു അത് മണം അടിച്ചിക്കണു ജാസിർ എന്താണ് റോള് ജാസിറ് വെള്ളമുപ്പ് വെള്ളമുപ്പ് ജാസിർ അടിക്കണേ ഏക്കർ സ്ഥലം ഉണ്ടായിട്ട് ഇളനീ അടുക്കാം എവിടേക്ക് പോയിക്കണേ അപ്പുറത്തേക്ക് 26 ഏക്കറുണ്ടത് ആധാര കൊണ്ട് വരട്ടില്ലേ ഏത് വലുതോ അത് മാറ്റാ അതിനും പുറത്തേക്ക് എടുത്താലോ ഗ്രില്ല് പുറത്തേക്ക് എടുക്കേ ഗ്രില്ല് പുറത്തേക്ക് എടുക്കാം ഗ്രില്ല് പുറത്തേക്ക് എടുക്കും ഒരു മിനിറ്റ് വെയിറ്റ് ആക്കി ആ എന്ത് പൗഡാണല്ലോ പേപ്പർ മാറി പോയി ചോറിട ഏ ആ കനല് ചോദിക്കളേ എടുത്തു അപ്പുറം ചുട്ടിട്ട് കഴിഞ്ഞാലോ അല്ലാതെ പപ്പടം ചൂടുന്നുണ്ടോ ആ കമ്പി എടുക്ക കമ്പിമ്മ കൂടി സുഖം ഒരു കമ്പി എടുക്ക വേണ്ട കുത്തേ കമ്പിമ്മ കുത്തടാ ലെവലാണ് ആ റിട്ടേൺ അടി ചുട്ട പപ്പടം നെയ്ച്ചോറും മീനും മറിച്ച് മതി മറിച്ച് ചോറാൻ പോയി എടുക്കേ ആയിട്ടില്ല ആയിട്ടില്ല രണ്ടെണ്ണം കേട്ടോ പപ്പടം നടക്കാത്തൊരു കാര്യമല്ലോ പപ്പടം ചൂടല് അത് വെള്ളന്റെ ഐഡിയ സെറ്റല്ലേ അത് കിട്ടാ വലിച്ചായി നെയ്ച്ചോറ് ആടാ കേറ്റടേ കേറ്റയിലുണ്ടേ അപ്പട്ടായില്ലേ ഞാന്
ഒരുപാടുണ്ടോ? ആ അത് തിന്നു തീർക്കാനുള്ളേ ഉള്ളൂ. ഹംസേ പറ, അഭിപ്രായം പറ. പരത്തെ മിക്സ് ചെയ്യണം പിന്നെ ആ മേലെ ഉള്ളൂ മറ്റേതാണ് ഓയിലും ഇതൊക്കെ ഉള്ളൂ. ചുട്ട പപ്പടാണ്ടിരി. മീൻ വെക്കാൻ നോക്കി അപ്പഴെടുത്തു അടിക്കാം. പരിപാടി ഞാൻ കാണിച്ചു തരാം. വേറെ കുത്തിത്തോളൂ കേട്ടോ. കുത്തിയെടുത്തോളൂ യാസറേ. എണ്ണ കുത്തിക്കട്ടോ. കുത്തിക്കോ. മുരിയാനടാ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുത്തേ അപ്പറോടെ തിരിച്ചിട്ട് യാസറേ എന്നാ കുടി 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 ഇത് അതിന്റെ മുകളിൽ ചുട്ടത് കരിഞ്ഞ കണ്ടല്ലേ. അങ്ങനെ പോട്ടെ പോട്ടെ. എത്ര ഉണ്ട് നമ്മള്? രണ്ട് അവിടെ ഉണ്ട്. നാല് 8 ആള്. വരാണ്ട് ആവശ്യത്തിന് വെച്ചാൽ ഞാൻ അധികം കറി വരൂല. വന്നിരുന്നാണ് കറിയുടെ ആശാലട്ടോ. കറി മീൻ ബാക്കിയാവോ? ഇരിക്കുവാ കണ്ടജ് പ്രത്യേകത തിരിച്ചിട്ടേ ഡബിളാക്കി നീർത്തിടേ സിംഗിൾ ആക്കിട്ട് നീർത്തിടേ. എന്ത് താജപ്പ ഞങ്ങളെന്താ വിളിച്ചു തലക്കറി കേട്ടോ. ഏതാണ് ഇത്? ഇതാണ് അല്ലെ ബൽജുർശി തലക്കറിയാണ്. എന്തിന് ഇങ്ങോട്ട് 3 ആളടിക്കൂലേ? വാവാടിക്കൂലേ? ഇതെന്താ ഊരുന്ന അതല്ല എവിടെ തല കാര്യം കൊണ്ട് കറിയത്തെ റെഡിയാണ്. ഓന്റെ കൊടുക്കുക തലക്കെട്ട് കൊടുക്കുക. ഒരു മീൻ്റെ പീസ് എടുക്കാം. എങ്ങനെയുണ്ട്? യാസറൊക്കെ എങ്ങനെയുണ്ട് നമ്മളിത് മീന്? നമ്മളെ കറി വെച്ച സുഖം. നെയ്ച്ചോറം സാർ ഉണ്ടാവില്ല.
കണ്ണ് വലിയോനെ ചോറിനെ പടത്തോനെ എന്ത് ഉദ്ദേശം വെച്ചാണ് എനിക്ക് പറയാറില്ല. അടിച്ചു കയറി വാ. ഇത് ശരിക്കും സൗദിയാണ്. കുഞ്ഞാവി നിസാർ കേട്ടോ പിന്നെ രാജു ഇത് കുഞ്ഞാവി നിസാർ അപ്പൊ ഏകദേശം ആവും. ഇജ്ജ് പിടിച്ച മീൻ്റെ അല്ലേ? എന്റെ മോനെ മീനാണ് മാർക്കറ്റിൽ നിന്ന് ഏതാണ് മാർക്കറ്റിൽ നിന്ന് പിടിച്ചാണ്. അല്ല നമുക്ക് സെറ്റാക്കി വെക്കണോ?